എല്ലാവർക്കും ക്വിസാറ്റ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോറിയർ സീരീസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദി ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ ദി ഇൻ്റർവൽ 0 to 2π. 0 to 2π ഇൻ്റർവെല്ലിലുള്ള ഒരു ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മുടെ ഇൻ്റർവെൽ 0 to 2π ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോ നോക്കിയായിരുന്നു. ഇൻ്റർവെല്ലിൽ പൈ വരുന്ന കേസിൽ നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷനും കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷനും. ഇതാണ് പൈ വരുന്ന കേസിൽ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷനും കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷൻസും. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ ഈ ഇക്വേഷൻസ് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈസിക്കൽ 1 to infinity an cos of nx പ്ലസ് bn sin of nx എന്ന് വരും. അതുപോലെ a0 1/π ഇൻ്റഗ്രൽ ഓഫ് 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സും an 1/π ഇൻ്റഗ്രൽ ഓഫ് 0 to 2π എഫ് ഓഫ് എക്സ് കോസ് ഓഫ് nx ഡി എക്സ് എന്ന് വരും. bn അതുപോലെ തന്നെ സൈൻ nx ഡി എക്സ് എന്ന് വരും. ഇവിടെ ഇൻ്റഗ്രൽ നമ്മുടെ ഇൻ്റർവെൽ 0 to 2π ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 2π വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് a0 കണ്ടുപിടിക്കാം. സോ a0ൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയായിരുന്നു. അവിടെ നമ്മൾ എഫ് ഓഫ് എക്സിന് നമ്മുടെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ നമ്മൾ എഫ് ഓഫ് എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇ റേസ് ടു എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു എക്സ് ബൈ എൻ ആണ്. ഇവിടെ n -1 ആണ്. സോ നമ്മൾ ഇവിടെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. ലൈക്ക് നമ്മുടെ ഡിനോമിനേറ്ററിൽ -1 വരും. സോ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. ഇൻ്റർവെൽ 0 to 2π ആണ്. സോ നമ്മൾ ഇൻ്റർവെൽ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/π പുറത്തുണ്ടാവും. നമ്മൾ ആദ്യം 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഇ റേസ് ടു മൈനസ് 2π ആവും. അതുപോലെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് 0 മൈനസ് ഇ റേസ് ടു മൈനസ് 0 അതായത് 0. ഇ റേസ് ടു 0 1 ആണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -1. സോ മൈനസ് ഇ റേസ് ടു മൈനസ് 2π മൈനസ് മൈനസ് പ്ലസ് ആവും. സോ +1 എന്നാവും. അത് നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഈ 1 സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2π/π എന്ന് കിട്ടും. സോ നമുക്കിനി an കണ്ടുപിടിക്കാം. പ്രീവിയസ്ലി നമ്മൾ എഴുതിയ anൻ്റെ ഇക്വേഷൻ എഴുതാം. അവിടെ നമുക്ക് എഫ് ഓഫ് എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇ റേസ് ടു എക്സിൻ്റെ കുറച്ച് ഫോർമുലാസ് പഠിച്ചായിരുന്നു. സോ ഇതാണ് ആ ഫോർമുലാസ്. നമ്മൾ ഇ റേസ് ടു എ എക്സ് ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ an കിടക്കുന്നത്. ലൈക്ക് ഇ റേസ് ടു എ എക്സ് കോസ് ഓഫ് ബി എക്സ് ആണ് നമ്മുടെ an. സോ നമ്മൾ ഈ ഒരു ഫോർമുല അതിലോട്ട് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ a ഈസിക്കൽ ടു -1 ആണ്, b ഈസിക്കൽ ടു n ആണ്. ലൈക്ക് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് a -1 ആണ്, b n ആണെന്ന് കിട്ടും. അത് നമ്മൾ നമ്മുടെ ഇക്വേഷനിലോട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന് കറസ്പോണ്ടിങ് 1 കൊടുക്കുക, ബിന് നമുക്ക് n കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 1 + n² മൈനസ് കോസ് ഓഫ് nx പ്ലസ് n സൈൻ ഓഫ് nx എന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ നമ്മൾ anലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/π നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്മൾ ഇൻ്റർവെൽ 0 to 2π ആണ്. ഇനി നമ്മൾ 2πയും 0യും നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു ട്രിഗ്നോമെട്രിയുടെ ഫംഗ്ഷൻ യൂസ് ചെയ്തായിരുന്നു. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ സൈൻ ഓഫ് nπ = 0 ആണ്, കോസ് ഓഫ് nπ = -1 റേസ് ടു n ആണ്. അത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻ്റർവെൽ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് ഓഫ് 2nπ എന്ന് കിട്ടും. അതായത് -1 റേസ് ടു 2n. -1 റേസ് ടു ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ്. അതുപോലെ സൈൻ ഓഫ് 2nπ എന്ന് കിട്ടും. അത് 0 ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ നോക്കിയായിരുന്നു. സൈൻ ഓഫ് nπ = 0 ആണ്. സോ സൈൻ ഓഫ് 2nπ = 0 ആണ്. അത് നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് 1 + n², ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമ്മൾ കോമൺ ഔട്ട് എടുത്തു. സോ 1/π 1 + n² ആൻഡ് ഹോൾ ഇവിടെ നമ്മൾ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇ റേസ് ടു -2π കോസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 1, കോസിൻ്റെ ആൻസർ 1 ആണ്. സോ -1 പ്ലസ് സൈൻ്റെ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടും. n × 0 മൈനസ് ഓഫ് ഇ റേസ് ടു 0 ആൻഡ് കോസിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് -1 റേസ് ടു 0. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് -1 റേസ് ടു 0 ആൻഡ് സൈന് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഓഫ് 0 n സൈൻ ഓഫ് 0 വരുമ്പോൾ 0 ആവും. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ -1 മാത്രമേ ഉള്ളൂ. സോ മൈനസ് ഇ റേസ് ടു -2π. ഇവിടെ -1 റേസ് ടു 0 1 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആൻഡ് ഈ മൈനസും കൂടെ ക്യാൻസലായി പ്ലസ് ആവും. ഇ റേസ് ടു 0 1 ആണ്.
സോ ഇവിടെ ഒരു +1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ 1 നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എഴുതുമ്പോൾ നമുക്ക് an = 1 - e⁻ -2π / π × 1 + n² എന്ന് കിട്ടും. സോ അങ്ങനെ നമുക്ക് an കിട്ടി. ഇനി ഫൈനലി നമുക്ക് bn കൂടെ കണ്ടുപിടിക്കും. bn സോൾവ് ചെയ്യുമ്പോൾ സെയിം പ്രോസസ്സ്, ലൈക്ക് നമ്മുടെ bnൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. ഇവിടെ നമ്മൾ e⁻ax sin of bx നമ്മൾ പ്രീവിയസ്ലി കണ്ട് ഇക്വേഷൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ആ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ a എന്ന് പറയുമ്പോൾ -n ആണ്, b എന്ന് പറയുമ്പോൾ n ആണ്, പ്രീവിയസ്ലി നോക്കിയ പോലെ തന്നെ. സോ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് e⁻x / 1 + n² ഹോൾ മൈനസ് sin of nx - n cos of nx എന്ന് കിട്ടും. സോ നമ്മൾ ഇൻ്റഗ്രൽ 0 to 2π അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റ് കിട്ടും. ഇവിടെ കോമൺ ഔട്ട് എടുക്കുക, 1 + n² കോമൺ ഔട്ട് എടുക്കുക. സോ 1/π 1 + n² പുറത്ത് വരും. ആൻഡ് e⁻x 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e⁻−2π, സൈനിന് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവും. ആൻഡ് കോസിന് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ആവും, നമ്മൾ പ്രീവിയസ്ലി നോക്കിയായിരുന്നു. സോ n × 1 മൈനസ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, e⁻0 ആൻഡ് സൈനിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവും. ആൻഡ് കോസിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ആവും, പ്രീവിയസ്ലി നോക്കിയായിരുന്നു. സോ n × 1. ഇത് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് -n മാത്രമേ ഉള്ളൂ. സോ -n e⁻−2π. ഇവിടെ നമുക്ക് -n മാത്രമേ ഉള്ളൂ, ബട്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ +n ആവും. സോ +n. ആൻഡ് ഫൈനലി ഇവിടെ നമുക്ക് n കോമൺ ആണ്. സോ n നമുക്ക് കോമൺ ഔട്ട് എടുക്കാം. സോ n പുറത്ത് വരുമ്പോൾ നമുക്ക് bn ഫൈനലി ഇങ്ങനെ എഴുതാൻ പറ്റും, n × 1 - e⁻−2π / π × 1 + n² എന്ന് എഴുതാം. സോ നമുക്ക് കിട്ടിയ a0, an, bn ഇതെല്ലാം നമ്മുടെ ഫോറിയർ സീരീസിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് ഫംഗ്ഷൻ = a0/2, ഒരു 2 ഉണ്ടായിരുന്നു. സോ ഇവിടെ ഒരു 2π ആയി. ആൻഡ് സമ്മേഷൻ ആൻഡ് നമ്മുടെ an cos of nx, bn sin of nx. ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് പുറത്തോട്ട് എടുക്കാം, ലൈക്ക് നമ്മുടെ കോൺസ്റ്റൻസ് ഒക്കെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1 - e⁻−2π / π എല്ലാ ഇക്വേഷനിലും കോമൺ ആണ്. സോ അതിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പം 1 - e⁻−2π / π × 1/2 + summation of n = 1 to ∞ cos of nx + n sin of nx / 1 + n² എന്ന് കിട്ടും. ലൈക്ക് ഈ ഒരു ഫോർമാറ്റിൽ ചെയ്ത് നമുക്ക് സൈൻ സീരീസും കോസ് സീരീസും നല്ലതായിട്ട് എഴുതാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കോമൺ ഔട്ട് എടുത്ത് പുറത്തോട്ട് എടുക്കുന്നത്. സോ ഇനി നമ്മൾ സമ്മേഷൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ ഇതിലോട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിന് കറസ്പോണ്ടിങ് 1, 2, 3 അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സോ നമ്മൾ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1/2 + 1 ഇട്ട് കൊടുക്കും. കോസിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ cos x/2 വരും, 1 + 1. അതുപോലെ 2 ഇട്ട് കൊടുക്കുമ്പോൾ cos 2x/5 വരും. അങ്ങനെ കണ്ടിന്യൂസ്ലി പോകും. അതുപോലെ സൈന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ sin x/2 വരും, ഫസ്റ്റ് 1 ഇട്ട് കൊടുക്കുമ്പോൾ. അതുപോലെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസ്. 0 to 2π ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷൻ e⁻6ൻ്റെ ഫോറിയർ സീരീസാണിത്.